ഒറ്റപ്പെട്ടു പോകാൻ മറ്റൊരാളിനെ അനുവദിക്കാത്തയാളിനെ വിളിക്കുന്ന പേരാണ് സുഹൃത്ത്. സാഹചര്യങ്ങൾ കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും തനിച്ചാകാൻ നിർബന്ധിക്കപ്പെടുമ്പോഴും അദൃശ്യ സാമീപ്യമെങ്കിലും നൽകാനുള്ള ശേഷി യഥാർത്ഥ സൗഹൃദങ്ങൾക്കിടയിലുണ്ടാകും. എല്ലാവരും കൂടെയുള്ളപ്പോഴല്ല ഒരാൾ യഥാർത്ഥ സൗഹൃദങ്ങളെ തേടുന്നത്. ആരുമില്ലാതെ വരുമ്പോൾ അടുത്തിരിക്കാനും ചേർത്ത് പിടിക്കാനും ആരെങ്കിലും ഉണ്ടോ എന്നതിലായിരിക്കും എല്ലാവരുടെയും സൗഹൃദ അന്വേഷണങ്ങൾ ചെന്നെത്തുക. എല്ലാവരും ഉള്ളപ്പോൾ ആരുടെയും വില മനസ്സിലാകില്ല. എന്നാൽ ആരുമില്ലാതാകുമ്പോൾ പഴി പറഞ്ഞു പണ്ട് മാറ്റി നിർത്തിയ ഓരോ ബന്ധത്തിൻ്റെയും വിലയറിഞ്ഞു തുടങ്ങും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവരെക്കാൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവർക്കാണ് ബന്ധങ്ങളിൽ മുൻഗണന നൽകേണ്ടത്. ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവർക്ക് അവരുടേതായ ചില ഇഷ്ടങ്ങളും കാണും. അവയ്ക്ക് നാമും കുട പിടിക്കേണ്ടി വരും. എന്നാൽ ആവശ്യങ്ങൾ ഉള്ളവരോടടുക്കാനോ അവരോടൊപ്പം നിൽക്കാനോ യഥാർത്ഥ സൗഹൃദങ്ങൾക്കേ കഴിയൂ. ആരാണ് യഥാർത്ഥ സ്നേഹിതനെന്ന തിരിച്ചറിവാണ് ബന്ധങ്ങളുടെ മാറ്റം നിശ്ചയിക്കുന്നത്. ഒരിക്കലും ചേരില്ല എന്ന് കരുതിയിരിക്കുന്നവർക്കിടയിൽ പോലും തങ്ങൾക്ക് മറ്റാരും ഇല്ലെന്ന് മനസ്സിലാകുകയോ ഒരുമിച്ച് നിന്നാലേ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ എന്ന് തിരിച്ചറിയുകയോ ചെയ്താൽ പാരസ്പര്യത്തിന്റെ ചില സമവാക്യങ്ങൾ രൂപപ്പെട്ടു എന്ന് വരാം. എല്ലാ ദൗർബല്യങ്ങളോടും കൂടി തന്നെ പരസ്പരം ചേർത്ത് നിർത്താനും ചേർന്ന് നിൽക്കുവാനുള്ള മനസ്സുള്ളവർക്കിടയിൽ മാത്രമേ യഥാർത്ഥ സൗഹൃദങ്ങൾ രൂപപ്പെടൂ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.